ഹായ് ഹലോ നമസ്കാരം. ഞാൻ ജിജി എബ്രഹാം, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്, ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി, ചാലക്കുടി. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യുന്നത് ഹെയർ വോളിമൈസിങ് ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടാണ്. ഇത് മുടിയുടെ വോളിയം വർദ്ധിപ്പിക്കാനും സ്ട്രെയിറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. ഇത് മുടിയുടെ പാളികൾക്കുള്ളിൽ പ്രവർത്തിച്ച് മുടിയുടെ രൂപവും ഘടനയും മാറ്റാൻ സഹായിക്കുന്നു. ഈ ചികിത്സയുടെ പ്രധാന ഘടകം ലാനോളിനാണ്. ഇത് മുടിയെ നന്നായി പോഷിപ്പിച്ച് മൃദുത്വവും തിളക്കവും നൽകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. വോളിമൈസിങ് ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വോളിയം വർദ്ധിക്കാൻ തന്നെയാണ്. മുടിയുടെ വോളിയം വർദ്ധിപ്പിച്ച് മുടി കൂടുതൽ പുഷ്ടിയോടെയും പൂർണ്ണതയോടെയും ഉള്ളതായിട്ട് നമുക്ക് തോന്നാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ലാനോണിൽ അടങ്ങിയിരിക്കുന്നതിനാൽ മുടി കൂടുതൽ മൃദുത്വവും തിളക്കവും ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് കുറച്ച് നാളത്തേക്ക് ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് മുടിയിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് മാനേജ് ചെയ്യാനായിട്ടും നല്ല വോളിയം കുറേ ഏറെ നാളത്തേക്ക് നിലനിൽക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ്. മുടിയിലുണ്ടാകുന്ന കെട്ടുപാടുകൾ കുറയ്ക്കാനായിട്ടും മുടിയുടെ ആ നേർത്ത ഫീലിങ്ങിനെ മറയ്ക്കാനായിട്ടും ഈ ട്രീറ്റ്മെൻറ്റ് സഹായിക്കുന്നു. മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള ഭംഗി നഷ്ടപ്പെടുത്താതെ തന്നെ അതിൻ്റെ വോളിയം വർദ്ധിപ്പിക്കാനായിട്ടും അതുപോലെ തന്നെ നേരിയ രീതിയിലുള്ള ഒരു സ്ട്രെയിറ്റനിങ് ലുക്കിലേക്ക് മുടിയെ കൊണ്ടുവരാനായിട്ടും സഹായിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് വേഗത്തിൽ ഈ ട്രീറ്റ്മെൻറ്റ് പൂർത്തിയാക്കാനും സാധിക്കും. പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ ആവശ്യമായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഏതെങ്കിലുമൊക്കെ രാസവസ്തുക്കളോട് നമുക്ക് അലർജി ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാക്ക് ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആഫ്റ്റർ കെയർ ആയിട്ട് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പു വേണം ഉപയോഗിക്കാനായിട്ട്. അത് നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് കുറച്ചധിക കാലം നിലനിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നല്ല ഒരു സലൂൺ പ്രൊഫഷണലിൻ്റെ അടുത്ത് വേണം ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാനായിട്ട്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മുടിയുടെ ഇനത്തിനോ അല്ലെങ്കിൽ സ്കാൽപ്പിൻ്റെ സെൻസിറ്റിവിറ്റിക്കോ ഒന്നും കോട്ടം തെറ്റുന്നില്ല. നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് കൺസൾട്ടേഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഇത് ചില സ്ട്രെയിറ്റനിങ് ട്രീറ്റ്മെൻറ്റുകൾ പോലെ മുടി വല്ലാണ്ട് അങ്ങ് ഫ്ലാറ്റ് ആക്കുന്നില്ല, അതുപോലെ തന്നെ ഡ്രൈ ആക്കുന്നുമില്ല. കൃത്യമായിട്ടുള്ള ആഫ്റ്റർ കെയർ നൽകുമ്പോൾ മുടി നല്ല സുഖമായിട്ട് നല്ല ഭംഗിയുള്ളതായിട്ട് നിലനിൽക്കുകയും ചെയ്യും. കുറച്ച് മെയിൻ്റനൻസ് ഒക്കെ ഇതിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂസാണ് കൂടുതൽ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഹെയർ സിറംസ് ഒക്കെ ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഹെയർ സ്പായോ അല്ലെങ്കിൽ ഡീപ്പ് കണ്ടീഷനിങ് മാസ്കുകളോ ഒക്കെ ഉപയോഗിക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റെഗുലർ ട്രിമ്മിങ് എന്നുള്ളത്. റെഗുലർ ട്രിമ്മിങ്ങും വേണം, സ്കാൽപ്പിലും മസാജിങ്ങും നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ തിന്നായിട്ടുള്ള മുടി കൊണ്ടും അല്ലെങ്കിൽ മുടിക്ക് വോളിയം ഇല്ലാത്ത മുടി പൊട്ടിപ്പോകുന്നതും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ പലരും പല ഫങ്ഷനൊക്കെ പോവാണ്ട് വിട്ട് നിൽക്കുന്ന ആളുകളെയൊക്കെ നമുക്കറിയാം. അപ്പോൾ പലതരത്തിലുള്ള ഹെയർസ്, ഇപ്പോൾ സിന്തറ്റിക് ആണെങ്കിലും ഒറിജിനൽ ആണെങ്കിലും പലതരത്തിലുള്ള ഹെയറുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ
നമ്മുടെ സ്വന്തം ഹെയർ കൊണ്ട് തന്നെ വോളിമൈസിങ് ചെയ്തെടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഭംഗിയായിട്ട് കൊണ്ടു നടക്കാനുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പരീക്ഷിച്ച് നല്ല ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ട്രീറ്റ്മെൻറ്റുകളാണ്. ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ എന്ന് പറയുന്ന നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. അല്ലെ കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റിലൊക്കെ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട ഈ ട്രീറ്റ്മെൻറ്റ് ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ പാർലറിൽ ചെയ്ത ഒരു ട്രീറ്റ്മെൻറ്റാണ്. വളരെ തിന്നായിട്ടുള്ള ഒരു ഹെയർ ആയിരുന്നു. അത് ഞങ്ങൾ വോളിമൈസിങ് ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും അത് എത്രത്തോളം വോളിയത്തിൽ നമ്മൾക്കത് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത്. അത്യാവശ്യം ഒരു സ്ട്രെയിറ്റനിങ് ലുക്ക് കിട്ടുകയും ചെയ്യും, നല്ല വോളിയത്തിലും കിട്ടും. അപ്പോൾ നമുക്ക് മറ്റുള്ള ഹെയറുകളെ ആശ്രയിക്കാതെ അവരവരുടെ ഹെയർ കൊണ്ട് തന്നെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് നമുക്കൊരു ഫുൾ ഫീലിങ്ങോട് കൂടി നമുക്ക് മുടി മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ താൽക്കാലികമായി ഇവിടെ പറയുന്നു, നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം. താങ്ക് യു.